മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിനോട് അടിയറവ് പറഞ്ഞ കോൺഗ്രസ് നിയമ പണ്ഡിതരുമായി സംസാരിച്ചാണ് UDF നിലപാട് വ്യക്തമാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എല്ലാവരും ഒത്തുചേർന്ന് പ്രശ്നം പരിഹരിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. വാർത്തയുടെ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുകയാണ്. അഖിൽ, ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിനോട് അടിയറവ് പറയുന്ന ഒരു സമീപനം പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് ഈ മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതല്ല എന്ന്. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ ET മുഹമ്മദ് ബഷീർ, ഇവർ മൂന്ന് പേരും അർത്ഥശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാതെ, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ വ്യക്തമാക്കിയിരിക്കുകയാണ് മുനമ്പത്തെ ഭൂമി അത് വഖഫിൻ്റെത് തന്നെയാണെന്ന്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അതിന്റെ പഴയ നിലപാടിൽ നിന്നും പുറകോട്ട് പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? നീലിമ, വഖഫ് വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ UDF ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് പല ഘട്ടത്തിലും ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് മറനീക്കി പുറത്തു വരികയാണ്. അവർ ഒറ്റക്കെട്ടായിട്ടല്ല പോകുന്നത് എന്നതാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുസ്ലിം ലീഗിൽ തന്നെയുള്ള ഏറ്റവും പ്രബലമായ KM മുനീർ വിഭാഗത്തിലുള്ള KM ഷാജി തന്നെ ആദ്യമായി മുസ്ലിം ലീഗിൽ ഒരു തുറന്ന പോരിന് തുടക്കമിടുന്നു. അതിന് തുടർച്ച എന്ന നിലയ്ക്ക് തന്നെ മുസ്ലിം ലീഗിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ET മുഹമ്മദ് ബഷീർ പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് മുനമ്പം വിഷയത്തിൽ അത് വഖഫിന്റെ ഭൂമി തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നത്. അത് പ്രതിപക്ഷ നേതാവല്ല, അങ്ങനെയാണ് അദ്ദേഹം വാക്കുപയോഗിക്കുന്നത്. പ്രതിപക്ഷ നേതാവല്ല, ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ET മുഹമ്മദ് ബഷീർ എടുക്കുന്നു. പക്ഷേ ആ കാര്യത്തിൽ പ്രതികരണം പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുസ്ലിം ലീഗിനോടും കൂടി ആലോചിച്ചുകൊണ്ടാണ് UDF എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞത്. ഞാൻ പക്ഷേ മതപണ്ഡിതനൊന്നുമല്ല, ഒരു പൊതുവായ സമവാക്യത്തിലൂടെ കാര്യങ്ങൾ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നാണ് ആഗ്രഹം എനിക്ക് ഉള്ളത് എന്ന് പറഞ്ഞ് തടിയൂരാനാണ് സതീശൻ ശ്രമിക്കുന്നത്. കാരണം മുസ്ലിം ലീഗിനെ പിണക്കിക്കൊണ്ട് UDFന് ഇന്ന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിലെ ഒരു നേതാവിനെ പോലും കുറ്റം പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും, അങ്ങനെ പറയേണ്ടി വരും. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFനെ പിടിച്ചു നിർത്തുന്നത്, താങ്ങി നിർത്തുന്നത് മുസ്ലിം ലീഗാണ് എന്ന് കോൺഗ്രസിന് തന്നെ പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുസിദ്ധമായ ശൈലിയിൽ വി ഡി സതീശൻ ഇന്നും സംഘപരിവാർ സംഘടനകളോടും അതുപോലെ തന്നെ SDPI തുടങ്ങിയ സംഘടനകളുടെയും ഒക്കെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് നടത്തിയത്. എന്തായാലും മുസ്ലിം ലീഗിന് മുമ്പിൽ പൂർണ്ണമായും കോൺഗ്രസ് അടിയറ പറയുന്നു, പ്രതിപക്ഷ നേതാവ് അടിയറ പറയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പ് മുഖം തന്നെ കാണിക്കുകയാണ്. നിലപാടില്ലാത്ത കാര്യം തന്നെ, പെരുമാറ്റം തന്നെയാണ് നടത്തുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. നീലിമ.